ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. അറ്റ്ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് പോവാണ് ഗായ്സ്. നമ്മളിപ്പോൾ ഭയങ്കരമായ കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല, റേഞ്ചൊക്കെ മൊത്തത്തിൽ കട്ടായി. വളരെ ആധികാരികമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് ഇല്ല, അത്രേ ഉള്ളൂ ഗായ്സ്. നമ്മൾ കുടകിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര കോടയാണ്. സമയം ഏകദേശം 5:45 കോഴിക്കോടും കുടകും ഒരേ സമയമാണ്. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഏരിയ എന്ന് പറഞ്ഞ് കുറേ ഏരിയാസ് കൂടെ പോയെങ്കിൽ പോലും നമുക്ക് 2 മാനിനെ അല്ലാണ്ട് വേറെ ആരെയും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഓൺലി ഉസ്മാൻ ആൻഡ് സൽമാൻ അല്ലേ? നൈറ്റ് തൊട്ട് ഈ സമയം വരെ, ഇപ്പൊ സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങാണ്ട് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുന്നു ഗൈസ്. നമ്മളല്ല, ഞങ്ങള്. This കുട്ടി was sleeping. Yeah. Yes guys. സിറ്റിന്ന് മാറി കുറച്ച് ഉള്ളോട്ട് പോയപ്പോൾ നമ്മൾ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് എടുത്ത കുറച്ച് വിഷ്വൽസ് ആണിത്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ഗൈസ്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിക്കുകയാണ്. ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പാലസ് അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു, മടിക്കേരി ഫോർട്ട് എന്നുള്ള ഡെസ്റ്റിനേഷൻ. സോ ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഔട്ടർ ഏരിയാസ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് മ്യൂസിയം ആണ്. അഡൽട്ടിന് 10 റുപ്പീസും പിള്ളേർക്ക് 5 റുപ്പീസും ആണ് വരുന്ന ചാർജ്. കുറച്ച് സ്റ്റെപ്പ് കയറി നമ്മൾ വന്നു. ഇവർ കയറി വരികയാണ്. സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഭയങ്കര ചൂടാണ് ഗൈസ്. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പം സമയം ഏകദേശം എത്രയും 11:20 സമയം. അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് തണുപ്പ് കിട്ടിയത്. ഫോർട്ട് പോയി വന്നിട്ട് ഇപ്പം അതാ രാജാ സീറ്റിൻ്റെ അടുത്താണ് ഉള്ളത്. മടിക്കേരി ഫോർട്ടിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. നല്ലൊരു അട്രാക്റ്റീവ് പ്ലേസ് ആണ്. ബട്ട് നമ്മൾ വന്ന ടൈമിൽ ആരും വരരുത്. ഏർലി മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ് ആർ ബെസ്റ്റ് ടു വിസിറ്റ് ദിസ് പ്ലേസ് ആക്ച്വലി. അതാണ് രാജാ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. രാജാക്കന്മാരൊക്കെ നല്ലൊരു വ്യൂവിന് വേണ്ടിയിട്ടുള്ള റിലാക്സേഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേസ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഇപ്പോൾ ഇതൊരു പാർക്കായിട്ട് അലോ ചെയ്തിട്ടുള്ളൊരു പ്ലേസ് കൂടെയാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അപ്പുറത്ത് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് യൂസ് ഒന്ന് പോയി നോക്കാം. അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല വെയിലാണ്, പക്ഷെ നല്ല മൂന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കാം. രാജാ സീറ്റിന്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ടെമ്പിളാണിത് ഗൈസ്. ഞാനൊരു നോൺ വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. വെജ് താലിയല്ല ഓർഡർ ചെയ്തത്, സാധാ താലിയല്ല, വേറെ എന്തോ സാധനം. ജംബോ. ഷീസ് വെയിറ്റിംഗ് ഫോർ ചിക്കൻ ബിരിയാണി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് കാവേരി നിസർഗധാമ ഒരു പാർക്കാണ്. അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ ബാംബു ഫോറസ്റ്റ് ആണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ആയിട്ടുണ്ട്. ഇതിനകത്തൊരു ഡീർ പാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഐ മീൻ മാൻ. പോയി നോക്കാം. ബേർഡ് പാർക്ക് ഉണ്ട്. ഇത് കുടക് ട്രഡീഷണൽ ഡാൻസിന്റെ ഒരു ദൃശ്യാവിഷ്കാരം. ട്രഡീഷണൽ രീതിയിലുള്ള സാരി വെയറിങ് സ്റ്റൈലും ഓർണമെന്റ്സ് ആയിക്കോട്ടെ, അവർ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങൾ.
അപ്പോൾ നമ്മൾ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോൾഡൻ ടെമ്പിളിൽ നൈസായിട്ട് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടില്ല അച്ചു? ഞാൻ മാത്രമല്ല രഞ്ജോട്ടനും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഗൈസ് നമ്മൾ ബെയർ ഫുട്ടായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനകത്ത് ശരിക്കും ചപ്പൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അവിടെ വരെ ചപ്പൽ യൂസ് ചെയ്യാതെ വരാൻ. അതെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തു. മാക്സിമം പറ്റിയ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും എന്ന സ്ഥലത്തുള്ള ഷോപ്പിംഗ് സെന്ററിലേക്ക് ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം കൂർഗിനോട് നമ്മളിപ്പോൾ വിട പറയുകയാണ്. അല്ലേ ഗൈസ്? വളരെ യെസ്, വി ആർ ബാക്ക് ടു കാലിക്കറ്റ്. നമ്മൾ ഇപ്പൊ ദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടേക്ക് തിരിച്ചു. നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമുക്ക് വലിയ ബോറടി ഇല്ലാത്ത ഫുഡ് ഒഴികെ. യെസ്, കറക്റ്റ്. ഫുഡ് പക്ഷെ ഓബിയസ്ലി നമ്മുടെ മിസ്റ്റേക്ക് ആണ്. കൂർഗിന്റെ ഒരു ഒതന്റിക് സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളിതാ കണ്ണൂർ വഴിയാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ വന്നത് മാനന്തവാടി കുട്ട റൂട്ടിനായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും? വളരെ ഹാപ്പിയാണ്. എന്റെ ആയിട്ടില്ല, പക്ഷെ ഹാപ്പിയാണ് ഇപ്പോഴേ. ഒരു എൻഡിങ്ങിലേക്കുള്ള ഒരു ഹാപ്പി ഒന്നുമില്ലല്ലോ. രാവിലെ നമ്മളെ യാത്ര തുടങ്ങി അപ്പം മുതൽ നമ്മള് ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കോഴിക്കോട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയത്ത് 4-4:30 ആയിട്ടുണ്ട്. മനോഹരമായൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അല്ലേ? ബൈ.